ഒരു ജീവൻ മുങ്ങിത്താഴ്ന്നു എന്ന് കണ്ട് നദിയിലേക്ക് ചാടി സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരിക്കൊടുത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ബെന്നി എന്ന് പറയുന്ന വ്യക്തിയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം തിരിച്ച് നീന്തി കടക്കവെയാണ് ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടത്. ബെന്നിയെപ്പോലെ ഈ രാജേഷ് ജീവിച്ചിരുന്നെങ്കിൽ ബെന്നിയെപ്പോലെ എത്ര ജീവനുകൾ ഈ ഭാവിയിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ളതിനാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായും നമുക്കെല്ലാവർക്കും വേദനയും നടുക്കവും ഉണ്ടാക്കിയ ഒരു സംഭവമാണ് രാജേഷിന്റെ മരണം. കാരണം എവിടെ ഒരു ദുരന്തം ഉണ്ടായിരുന്നാലും രക്ഷാപ്രവർത്തനം നടത്താൻ അതിന്റെ ഏത് സ്ഥലമാണെന്നോ ആരൊക്കെയാണ് ദുരന്തത്തിനിരയായതെന്നോ നോക്കാതെ പോകുന്നയാളാണ്. 2018 പ്രളയത്തിൽ ഇവിടെ നിന്ന് ചെറുപ്പക്കാരുമായി പോയി സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. കണ്ണൂരിൽ ലോറി മണ്ണിനടിയിലായി. ആ സംഭവത്തിലും അദ്ദേഹം ഇവിടെ നിന്ന് പോയി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. ഇവിടെ ഒരു ജീവൻ മുങ്ങിത്താഴ്ന്നു എന്ന് കണ്ട് നദിയിലേക്ക് ചാടി സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരിക്കൊടുത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ബെന്നി എന്ന് പറയുന്ന വ്യക്തിയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം തിരിച്ച് നീന്തി കടക്കവെയാണ് ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടത്. ബെന്നിയെപ്പോലെ ഈ രാജേഷ് ജീവിച്ചിരുന്നെങ്കിൽ ബെന്നിയെപ്പോലെ എത്ര ജീവനുകൾ ഈ ഭാവിയിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ളതിനാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായും രാജേഷിന്റെ കുടുംബം അനാഥമായി നിൽക്കുകയാണ്. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാടിനും സംസ്ഥാനത്തിനുമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിളിച്ച് തിരക്കിയിരുന്നു. ഔദ്യോഗിക ബഹുമതിയോടുകൂടി രാജേഷിന്റെ ഈ ധീരനായ പോരാളി, അനേകം ജീവനുകൾ രക്ഷിച്ച ഈ ധീരനായ പോരാളി ശ്രീ രാജേഷിന് ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇന്ന് ഔദ്യോഗിക ബഹുമതിയോടുകൂടിയായിരിക്കും ആ ചടങ്ങുകൾ നടക്കുക. ഈ വീടുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ജപ്തിയിലാണെന്നൊക്കെ ആ കാര്യങ്ങളെല്ലാം തീർച്ചയായും ഗവൺമെന്റ് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ സമയത്തിനുള്ളിൽ താൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം എന്തായിരുന്നാലും ഈ വീട് സന്ദർശിക്കുന്നതാണ്. മന്ത്രിമാരും ഇവിടെ എത്തുന്നുണ്ട്.